ഒരു ടീച്ചറും മാസ്റ്ററും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ എന്തുകൊണ്ട് ഒരു മാസ്റ്റർ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് വളരെയധികം ആവശ്യമാണ് എന്നതിനെക്കുറിച്ചും ഇമ്പോർട്ടൻസ് ഓഫ് മാസ്റ്ററിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതാണ്. സോ ആദ്യമേ തന്നെ എന്താണ് ഒരു ടീച്ചർ ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ മാസ്റ്റർ, അത് നമുക്ക് വിശദമായി നോക്കാം. സോ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പറയാമെന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സൺ വിത്ത് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലുള്ള ഒരു ഇൻഫർമേഷൻ ഒരാളിലേക്ക് പകർന്നു കൊടുക്കാൻ ഒരു സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്ക് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ, വളരെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പൊതുവെ ടീച്ചർ എന്ന് വിളിക്കുക. ഹി മൈറ്റ് ഹാവ് ഓൾസോ എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീൽഡ്. ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും നോളജും വളരെ ഇൻഫർമേഷനും ടെക്നിക്കലിയും അനാലിറ്റിക്കലിയും എല്ലാം സ്കിൽഫുള്ളായിട്ടുള്ള ഒരാളായിരിക്കും പൊതുവേ ഒരു ഫീൽഡിലെ ഒരു ടീച്ചർ എന്ന് നമ്മൾ വിളിക്കാമെന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ മെഡിറ്റേഷനെ ആൻഡ് സ്പിരിച്വാലിറ്റിയെ നമ്മൾ കണക്കാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ടീച്ചറെ മാസ്റ്ററെ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് വാട്ട് എ ടീച്ചർ ഈസ് നോർമലി കോൾഡ്. സോ എന്താണ് ഈ ഒരു ടീച്ചറിനെ ഒരു മാസ്റ്ററിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? സോ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ടീച്ചർ എന്ന് പറയുമ്പം ബേസിക്കലി അദ്ദേഹത്തിന് കൂടുതൽ നോളജും ഇൻഫർമേഷനും ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ എന്ന ആസ്പെക്റ്റിലാണ് നമ്മളിവിടെ ഈ ഒരു കാര്യത്തെ നോക്കുക എന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷനിൽ ഒരു ടീച്ചറെ സംബന്ധിച്ചോളം ചിലപ്പം ആ ടീച്ചർക്ക് നോളജായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ നോളജായിരിക്കും കൂടുതലും കാണുക എന്ന് പറഞ്ഞത്. അതായത് ഹി മേ നോട്ട് ബി എക്സ്പീരിയൻസിങ് മെഡിറ്റേഷൻ ആസ് എ സ്റ്റേറ്റ്. അതായത് ഒരു ടീച്ചർ അയാൾക്ക് ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സിനെ പറ്റി ബോധവാനായിരിക്കും, ഒരുപാട് തിയറിറ്റിക്കൽ നോളജ് ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ഒരുപാട് സ്റ്റുഡൻസിന് മെഡിറ്റേഷൻ ടീച്ച് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസും കാണാതിരിക്കാം. പക്ഷേ മെഡിറ്റേഷൻ ആസ് എ സ്റ്റേറ്റ് എന്ന രീതിയിൽ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ മാസ്റ്റർ എന്നല്ലാതെ ടീച്ചർ എന്ന ലേബലിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ മാസ്റ്റർ. ഒരു ടീച്ചർക്ക് എപ്പോഴും ഒരു ഓതൻറ്റിക് എക്സ്പീരിയൻസ് ഓഫ് മെഡിറ്റേഷൻ അനുഭവിച്ചിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഹീ ഈസ് നോളജബിൾ അബൌട്ട് ദ തിയറിറ്റിക്കൽ ആൻഡ് ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് മെഡിറ്റേഷൻ. സോ വെൻ ഇറ്റ് കംസ് ടു എ മാസ്റ്റർ ഇൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ഒരുപാട് നോളജ് അല്ലെങ്കിൽ ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സിനെ പറ്റിയുള്ള നോളജ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അദ്ദേഹം മെഡിറ്റേഷൻ എന്ന അവസ്ഥ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ഒരു തവണ അല്ലെങ്കിൽ ജീവിതത്തിൽ പലതവണ അദ്ദേഹം മെഡിറ്റേഷൻ എന്ന അവസ്ഥ അല്ലെങ്കിൽ നിരന്തരം മെഡിറ്റേഷൻ എന്ന അവസ്ഥയിലൂടെ ജീവിക്കുന്ന ഒരാളായിരിക്കും ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വാട്ട് ദ കോമൺ ഡിഫറൻസ്. ഒരു എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ആണ് ഒരു മാസ്റ്ററെ സംബന്ധിച്ചുള്ളതെന്ന് പറയുന്നത്. അദ്ദേഹം സബ്ജക്റ്റീവ് ലെവലിൽ, അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ലെവലിൽ അദ്ദേഹം മെഡിറ്റേഷൻ എന്ന അവസ്ഥ, എന്താണ് മെഡിറ്റേഷൻ എന്ന അവസ്ഥ? ഒരു സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡ്, ചിന്തകളൊന്നുമില്ലാത്ത ഒരു അബ്സല്യൂട്ട് പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പ്യുവർ സ്റ്റേറ്റും ഒരു നോ മൈൻഡും, അതായത് ചിന്തകളൊന്നുമില്ലാത്തൊരു അവസ്ഥയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമോ? അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റീവ് ലെവലിൽ അദ്ദേഹം ദീർഘമായ ധ്യാനത്തിലൂടെ അദ്ദേഹം എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. So that's what the essential difference between a master and a teacher. The existential and the subjective experience of a person is what distinguish between a teacher and a master. പിന്നെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ്റെ എപ്പോഴും ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ്, അതായത് എൻലൈറ്റൻമെൻറ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. യോഗയിൽ നമ്മൾ പറയുന്നത് സമാധി എന്നൊരവസ്ഥ, അതൊക്കെ മെഡിറ്റേഷൻ്റെ ധ്യാനത്തിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേറ്റാണ്. ആ ഒരു സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്ന ഒരാളായിരിക്കും എപ്പോഴും ഒരു മാസ്റ്റർ എന്ന് പറയാമെന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഹി ഈസ് കോൾഡ് എ ഗുരു, one who knows everything, who has attained to the ultimate state the human consciousness is able to attain. So ആ ഒരു ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് എത്തിയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ എപ്പോഴും ഒരു മാസ്റ്റർ എന്ന് പറയാമെന്ന് പറയുന്നത്. നിരന്തരം ആ ഒരു അവസ്ഥയിൽ, സമാധി എന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന അവസ്ഥയിൽ നിരന്തരം ആ ഒരു അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. So that's what makes a teacher different from a master. സോ എന്തുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ ഒരു മാസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്? അത് നിർബന്ധമായുണ്ട്. ഒരു ടീച്ചറിനേക്കാളും എപ്പോഴും എഫക്റ്റീവ് എന്തുകൊണ്ടാണ് ഒരു മാസ്റ്റർ? അത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം വീഡിയോ ഇത്ര കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാം. കാരണം ബിക്കോസ് മാസ്റ്റർ ഈസ് ഓൾവേസ് ഒരു എക്സിസ്റ്റൻഷ്യൽ
എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഒരു മാസ്റ്റർ എന്ന് പറയുന്നതെന്ന് പറയാം. സോ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലൂടെ നമ്മളൊരു മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അതിലൊരു സക്സസ് കാണാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നില്ല. സോ ഹീസ് ക്യാച്ചിങ് എവറിത്തിങ് ഫ്രം അവിടുന്ന് ഇവിടുന്നൊക്കെ ക്യാച്ച് ചെയ്തുള്ള നോളജും പുള്ളിയുടെ ഒരു ലോജിക്കൽ കൺക്ലൂഷനും, അതായത് പുള്ളിക്ക് അൺനോൺ ആണ്. മെഡിറ്റേഷൻ ആസ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ടീച്ചറെ സംബന്ധിച്ച് എപ്പോഴും ഒരു അൺനോൺ ആയിരിക്കും. ബട്ട് ഹീസ് അവെയർ ഓഫ് ദി ടെക്നിക്കൽ ആസ്പെക്ട്സ്. സോ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ മാത്രമേ നമുക്കൊരു ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊരു എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ലേക്ക് നമ്മൾ നോക്കുമ്പം ഈ ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റോപ്പിംഗ് ഏരിയ ആണ്. സോ ഒരു മാസ്റ്റർ അവൈലബിൾ അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ടീച്ചറിൻ്റെ ഓപ്ഷനാണ് നല്ലതെന്ന്. ഒരു ടീച്ചറിലൂടെ നമുക്ക് ഒരു പക്ഷേ അദ്ദേഹം നൽകുന്ന ഇൻഫർമേഷനിലൂടെ നമുക്ക് ഒരു പക്ഷേ ഒരു മാസ്റ്ററിലേക്ക് എത്താൻ സഹായമാവും. എപ്പോഴും നമുക്ക് മാസ്റ്റേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ്. കാരണം മെഡിറ്റേഷൻ ആസ് എ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരെന്ന് പറയുന്നത് വളരെ റെയറാണ്. പിന്നെ ഒരു ടീച്ചറും മാസ്റ്ററും തമ്മിലുള്ള പ്രധാനമായ ഒരു വ്യത്യാസമാണ്, ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വളരെയധികം കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. സോ ടീച്ചർ എന്ന് പറയുന്നത് ഹീസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇൻഫർമേഷൻ, ഒരു നോളജ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മാസ്റ്റർ, ഹി ക്യാൻ ട്രാൻസ്ഫോം എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഒരു ബീയിങ്ങിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു നേച്ചറിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വളരെയധികം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉള്ള ഒരാളെയാണ് നമ്മൾ മാസ്റ്റർ എന്ന പേരിൽ വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു മാസ്റ്റർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് എപ്പോഴും ഒരാളെ, ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So that's why he is able to transform other people, because once you are transformed, then only you will be able to transform other people. അതുകൊണ്ടാണ് ഒരു മാസ്റ്ററിന് വേറൊരാളെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ബിക്കോസ് ഹീ ഈസ് ഓൾറെഡി ട്രാൻസ്ഫോംഡ്. ഒരു ട്രാൻസ്ഫോംഡ് ബീയിങ് ആയിരിക്കും ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മാസ്റ്ററായിട്ട് കാണുന്ന ഓഷോ ആണെങ്കിൽ പോലും, ഓഷോയുടെ ഓരോ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പോലും തന്നെ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫിലിം, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കോഴ്സ്, വീഡിയോ ഡിസ്കോഴ്സസും ഓഡിയോ ഡിസ്കോഴ്സസും നമ്മൾ ചുമ്മാ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിൽ വരുന്ന ഒരു മാറ്റം, നമ്മളിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ബിക്കോസ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സോ മച്ച് ലിസണിങ് ടു ഹിം ഫോർ സോ മെനി ഇയേഴ്സ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ വന്നത് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ദ പവർ ഓഫ് എ മാസ്റ്റർ ഈസ്. അദ്ദേഹം ജസ്റ്റ് ഒന്ന് സ്പീക്ക് ചെയ്താൽ മതി, അദ്ദേഹത്തിൻ്റെ സ്പോക്കൺ വേർഡ്സിൽ തന്നെ ഒരു പവറുണ്ട്, ദ പവർ ടു ട്രാൻസ്ഫോം an individual. So that's what mainly distinguishes a master from a teacher. ഒരു മാസ്റ്ററിനെ ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉള്ള കാര്യം. ഹൗ ടു ഫൈൻഡ് ദ റൈറ്റ് മാസ്റ്റർ. ബിക്കോസ് ഒരു വ്യക്തിയെ നമ്മൾ അറിയുമ്പോൾ അയാൾ ഒരു മാസ്റ്ററാണോ ടീച്ചറാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാട്ട് ഹീസ് പ്രിറ്റൻഡിങ്, അദ്ദേഹം ഫേക്ക് ആണെങ്കിലോ, ഫേക്ക് മാസ്റ്റർ ആണെങ്കിലോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ നമുക്കിത് ഒരാളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു വ്യക്തി പറയുകയാണ് ഞാൻ മെഡിറ്റേഷൻ എന്ന അവസ്ഥ എക്സ്പീരിയൻസിലുണ്ട്, ഞാൻ സമാധിയിൽ അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് അയാൾ പറയുന്നതേ ഉള്ളൂ, അയാളുടെ ആന്തരികമായ അനുഭവം നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്, എങ്ങനെ നമുക്കൊരു മാസ്റ്ററിനെ അയാൾ മാസ്റ്ററാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ഞാൻ എൻ്റെ മാസ്റ്ററിനെ കണ്ടുപിടിച്ച കാര്യം നിങ്ങളോട് ഞാൻ പറയാം. അതായത് ഞാൻ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് എൻ്റർ ചെയ്ത സമയങ്ങളിൽ ഞാൻ ഒരുപാട് ബുക്സ്, ഒരുപാട് ടോക്സ്, ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഡിറ്റേഷൻ ഗുരുസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരെ ടോക്സും ബുക്സും എല്ലാം വായിച്ച് പോയി എനിക്ക് ഒരു റെസനേറ്റ് ചെയ്യാൻ, എനിക്കൊരു സിങ്ക്രോണിസിറ്റിയും എൻ്റെ ഒരു ഹാർട്ടുമായ എന്താ പറയുക, നമ്മുടെ ഭയങ്കര നമ്മുടെ ഒരു ബീയിങ്ങുമായിട്ടൊരു സിങ്ക്രോണിസിറ്റി, ഒരു വൈബ് കിട്ടിയതെന്ന് പറയുന്നത് എനിക്ക് ഓഷോയിലാണ്. ഓഷോയുടെ ബുക്ക് ഞാനിപ്പോഴും ഓർക്കുന്നു. ആദ്യമായി ഞാൻ ഓഷോയുടെ ഏതായിരുന്നു, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ഓഷോയുടെ ഒരു ബുക്കുണ്ട്, അത് ഞാൻ ആദ്യമായി വായിക്കുന്നത്. അത് വായിച്ചപ്പോൾ അതിൻ്റെ ആ ഫസ്റ്റ് ലൈൻ തൊട്ട് ലാസ്റ്റ് ലൈൻ വരെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഹാർട്ടുമായിട്ട് ഒരു മാസ്റ്ററിനെ നമ്മളത് ഓഷോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഡിസ്കസ്. അതായത് നമ്മളൊരു മാസ്റ്ററിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഹെഡിലൂടെ അല്ല, ലോജിക്കലിലൂടെ അനാലിറ്റിക്കലിലൂടെ അല്ല നമ്മളൊരു മാസ്റ്ററിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് ലൈക്ക് ദ ചൂസിങ് ഓഫ് ദ ഹാർട്ട്.
നമ്മുടെ ഹാർട്ടാണ് തീരുമാനിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയമാണ് തീരുമാനിക്കുന്നത്. ലൈക്ക് ഫിസിക്കൽ ഹാർട്ടല്ല ഞാൻ പറയുന്നത്, ഒരു സബ്റ്റിൽ ലെവൽ ഓഫ് ഹാർട്ട് നമുക്കുണ്ടെന്നാണ് പറയുന്നത് സ്പിരിച്വാലിറ്റി പറയുക എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ചൂസിങ് ഓഫ് ദ ഹാർട്ട്. ഇറ്റ്സ് ലൈക്ക് ലവ് അഫെയർ പോലെയാണ് നമ്മളൊരു മാസ്റ്റർ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളോടൊരു സ്നേഹം തോന്നുക എന്ന് പറയുന്നത് ഇൻ്റലക്ച്വലി ഉള്ളൊരു സംഭവമല്ല. ഇറ്റ്സ് സംതിങ് ടു ഡു വിത്ത് യുവർ ഇന്നർ ഹാർട്ട്. ആ ഒരു ഹാർട്ടുമായി നമുക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റണം, ഒരു ലവ് തോന്നണം. അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഹാർട്ട് ബീറ്റും പുള്ളിയുടെ ഹാർട്ട് ബീറ്റും ആയിട്ട് എവിടെ ഒരു റെസനേഷൻ, അദ്ദേഹം വളരെ സിങ്ക്രോണിസിറ്റി ആണ് മെയിൻ സാധനം എന്ന് പറയുന്നത്. ഒരു മാസ്റ്ററെ കണ്ടെത്താനുള്ള മെയിൻ സംഭവം സിങ്ക്രോണിസിറ്റിയാണ്. സോ നമ്മൾ പലരെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, പലരുടെ ബുക്സ് വായിക്കുക, അവരുടെ ടോക്സ് കേൾക്കുക, പറ്റുവാണെങ്കിൽ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സിങ്ക്രോണിസിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓഷോയുടെ കേസിൽ ഞാൻ മിസ്ഫോർച്യൂണാണ്. എനിക്ക് അദ്ദേഹത്തെ ആസ് എ ലിവിങ് പേഴ്സൺ ഐ കനോട്ട് മീറ്റ് ഹിം ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ ബോഡി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുക്സ്, അദ്ദേഹത്തിൻ്റെ ടോക്സ്, വീഡിയോ ഡിസ്കോഴ്സസ് അതൊക്കെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഒരു സിങ്ക്രോണിസിറ്റിയും അത് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ദാറ്റ് വാട്ട് ഐ ഫീൽ. ഒരു ലവ് പോലെ, ഇപ്പോൾ പ്രണയിച്ചിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ലവ് എന്ന് പറയുന്നത് അത് രണ്ട് വ്യക്തികൾക്ക് മാത്രം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് അല്ലേ. സോ അതൊരു തേർഡ് പേഴ്സണ് മനസ്സിലാവണമെന്നുമില്ല. ഹി ഓൺലി നോസ് ഇഫ് ഹി ഒരു തേർഡ് പേഴ്സൺ അത് കാണുവാണെങ്കിൽ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജസ്റ്റ് ഒരു ഇൻ്റലക്ച്വലി മാത്രമേ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ലവ് എന്താണെന്ന് അറിയാൻ പാടുള്ളൂ. സോ ഇഫ് യു എക്സ്പീരിയൻസ് ലവ്, ഇറ്റ്സ് സം ലൈക്ക് ആ ഒരു ഫിനോമിനൻ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇറ്റ്സ് ലൈക്ക് ഒരു സബ്ജക്റ്റീവ് ഡിസിഷനാണ് നമ്മളൊരു മാസ്റ്ററിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ വൺസ് യു ഫൈൻഡ് ദ മാസ്റ്റർ, ഇറ്റ്സ് വെരി ഈസി. വെദർ ഹീസ് ലിവിങ് ഓർ ഡെഡ് അതൊന്നൊരു മാറ്ററേ അല്ല. നമുക്ക് നമ്മുടെ ഒരു ഹാർട്ട് പറയുന്നത് ഹീസ് എ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജേണി കുറച്ചുകൂടി ഈസിയാണ്. ഓഷോയിലേക്ക് ഞാൻ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മെഡിറ്റേഷനിൽ ഗ്രോ ചെയ്യാൻ സാധിച്ചത്. എൻ്റെ മെഡിറ്റേഷൻ ഡീപ്പറായിട്ടൊരു ട്രാൻസ്ഫർമേഷൻ ലെവലിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചത് വൺസ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഓഷോനെ മാസ്റ്ററായിട്ട് ചൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു പ്രോപ്പറായിട്ട് മെഡിറ്റേഷനിൽ പോകാൻ പറ്റുക എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നൗ ദ ജേർണി ഈസ് മച്ച് മോർ ഈസി ബിക്കോസ് ഐ എം എന്തൊരു മെൽറ്റിങ്ങിൽ, ഓഷോമായ ഒരു മെൽറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സസിലേക്ക് ഡെയിലി ലിസൺ ചെയ്യുന്നു. അതൊരു എന്താ പറയുക, ഒരു ഫ്ലോ പോലെ നടക്കുകയാണ്. ഒരു പുഴ ഒഴുകുന്ന പോലെ ഒഴുക്കിനനുസരിച്ച് നമ്മളിങ്ങനെ പോകേണ്ട സംഭവമാണ് നമ്മളും ഒരു മാസ്റ്റർ ഡിസൈപ്പിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫ്ലോയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. സോ ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ ലോട്ട് ഫൈൻഡിങ് എ മാസ്റ്റർ, ഫൈൻഡിങ് ദ റൈറ്റ് മാസ്റ്റർ ഹു റെസനേറ്റ് വിത്ത് യു. ഡിഫിക്കൽട്ടാണ് ഇനിഷ്യലി, കാരണം നമുക്ക് ഒരാളെ നമ്മളുമായിട്ടൊരു സിങ്ക് കിട്ടുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കാം, നിങ്ങൾ ഇപ്പോൾ ലീവിങ് പേഴ്സൺ അല്ല, ഒരു ഡെഡ് പേഴ്സൺ എങ്ങനെ മാസ്റ്ററായിട്ട് ചൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓഷോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ലീവിങ് പേഴ്സൺ അല്ലാണെങ്കിലും ലിവിങ് പേഴ്സൺ ആയതിനു ശേഷം ഞാൻ ഭാവിയിൽ മരിച്ചാൽ പോലും എന്നെ നിങ്ങൾക്ക് മാസ്റ്ററായിട്ട് ചൂസ് ചെയ്യാം ഇഫ് സംതിങ് ഇൻ മീ റെസനേറ്റ് വിത്ത് യു. ഞാനൊരു ലീവിങ് ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്നെ മാസ്റ്ററായിട്ട് ചൂസ് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലയെന്ന് ഓഷോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു ഫ്യൂച്ചർ ജനറേഷനും കൂടെ വേണ്ടി കണക്കാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ടോക്സ് എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നതും വീഡിയോസും ടോക്സും അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ ടെക്നിക്സും എല്ലാം ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി കൂടെ കണക്കാക്കിക്കൊണ്ടാണ് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ദർ വിൽ ബി പീപ്പിൾ ഇൻ ദ ഫ്യൂച്ചർ ഹു വിൽ ബി റെസനേറ്റിംഗ് വിത്ത് ഹിസ് വൈബ്, വിത്ത് ഹിസ് ലൈഫ് സ്റ്റൈൽ. അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ റെസനേഷൻ കിട്ടുന്ന ആൾക്കാർ ഉണ്ടാകാം. സോ അവർക്കും കൂടെ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ബിക്കോസ് ഞാൻ ഓഷോനെ മാസ്റ്ററായിട്ട് ചൂസ് ചെയ്തതിന് ശേഷവും ഒരു ലീവിങ് മാസ്റ്റർ വേണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. സോ ഒരു ലീവിങ് മാസ്റ്റർ വേണമെന്ന് വിചാരിച്ച് ഞാൻ പലരെ ഇതുപോലെ എൻലൈറ്റൻമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത കുറച്ച് പേരെ ഞാൻ മീറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു സിങ്ക്രോണിസിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് നമുക്കത് വരണം, ഇന്നർ വോയിസ് പറയണം, യെസ് ദിസ് ഈസ് എ മാൻ, ഐ ഹാവ് ടു ആക്സെപ്റ്റ് ഹിം ആസ് എ മാസ്റ്റർ എന്ന് ആ ഒരു ഇന്നർ വോയിസ് എനിക്ക് വരുന്നില്ലായിരുന്നു ഞാൻ മീറ്റ് ചെയ്ത രണ്ട് ആൾക്കാരിൽ നിന്നും. സോ ഐ ചൂസ് ടു സ്റ്റേ വിത്ത് ഓഷോ നൗ ഓൾസോ ബിക്കോസ് ഐ കുഡൻറ്റ് ഫൈൻഡ് എനി ലീവിങ് മാസ്റ്റർ. പക്ഷേ എനിക്ക് ഓഷോയോട് ഒപ്പം ഞാനിപ്പോൾ പോകുന്നതിലൂടെ എനിക്ക് ഒരുപാട് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ ആം ആബ്സല്യൂട്ട്ലി ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഇപ്പം ബീങ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ഓഷോ ആസ് മൈ മാസ്റ്റർ. വളരെ ഒരു റെസനേഷനിൽ, വളരെ ഒരു സിങ്ക്രോണിസിറ്റിയിൽ എവറിത്തിങ് ഈസ് ഗോയിങ് ഫൈൻ ഫോർ മീ. So hope you get a clarity regarding how to find the right master and also the difference between a teacher and a master.
സോ ടീച്ചർ എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ളൊരു സംഭവമല്ല. സോ ബിഫോർ ബിക്കമിങ് എ മാസ്റ്റർ എവരി വൺ ഈസ് എ ടീച്ചർ. എല്ലാവരും ഒരു ടീച്ചറായിട്ട് നിന്നിട്ടാണ് ഒരു മാസ്റ്ററിലേക്ക് പോകുന്നത്. മാസ്റ്റർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ആണ്. സോ അതിലേക്ക് നമുക്ക് എത്താൻ ഒരു പക്ഷേ ഒരു ടീച്ചറിൻ്റെ സഹായം ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. കാരണം പല ഇൻസിഡൻസും ഓഷോ തന്നെ അതിന് ഡിസ്കോഴ്സസ് പറഞ്ഞിട്ടുണ്ട്. ചില ഡിസൈപ്പിൾസ് അവർ ചൂസ് ചെയ്ത മാസ്റ്റർ എന്ന് പറയുന്നത് അത് മാസ്റ്റേഴ്സ് അല്ലായിരുന്നു, റിയൽ മാസ്റ്റേഴ്സ് അല്ലായിരുന്നു. ദേവർ ലൈക്ക് പ്രോപ്പർ ടീച്ചേഴ്സ് ആയിരുന്നു. അവർക്ക് ടെക്നിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് അറിയായിരുന്നു. പക്ഷേ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് വളരെ കമ്മിറ്റഡ് ആയതുകൊണ്ട് ആ ഒരു മാസ്റ്റർ അല്ലായിരുന്ന ആ ടീച്ചറുടെ കീഴിലായിരുന്നിട്ട് പോലും എൻലൈറ്റൻമെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന സ്റ്റേറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഓഷോ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദർ ഈസ് നത്തിങ് റോങ് വിത്ത് എ ടീച്ചർ, ബിക്കോസ് ഇഫ് ദ ടീച്ചർ ഈസ് ഓതൻറ്റിക്. ഒരു ടീച്ചർ പറയുകയാണ് അവരുടെ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ഡിസൈപ്പിൾസിനോട് പറയുകയാണ്, അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ് നൗ ഐ ആം എ ടീച്ചർ, ഐ ആം നോട്ട് എ മാസ്റ്റർ എന്ന ഒരു ഓതൻറ്റിസിറ്റി ആ ഒരു ടീച്ചർ കാണിക്കുകയാണെങ്കിൽ ദെൻ ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ് ടീച്ചർ, ബിക്കോസ് ഹി ഈസ് ഓൾവേസ് ട്രൈങ് ടു റീച്ച് ടു ഹയർ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്. അദ്ദേഹം വർക്കിങ്ങിലാണ്. ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് എനി ഡേ. ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. ചിലർക്ക് ക്വിക്കായിട്ട് സംഭവിക്കും, ചിലർക്ക് പയ്യനായിരിക്കും സംഭവിക്കുന്നത്. ഇത് സബ്ജക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണല്ലോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷനിൽ വരുമ്പോൾ നമുക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അൾട്ടിമേറ്റ് സ്റ്റേറ്റൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. സോ ദർ ഇസ് നത്തിങ് വിത്ത് എ ടീച്ചർ ആൻഡ് എ മാസ്റ്റർ, ബട്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ഓഫ് എക്സിസ്റ്റൻഷ്യൽ എക്സ്പീരിയൻസ്. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. So hope you get a clarity. Thank you for watching this video.